സെപ്റ്റംബർ 9 ഖത്തറിന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയം, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളും അമേരിക്കൻ തമ്മിലുള്ള ബന്ധങ്ങളിൽ വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം നിലകൊള്ളുന്ന ഒരു സൗഹൃദ രാജ്യത്ത് നടന്ന ഈ ആക്രമണം ദോഹയെ മാത്രമല്ല, മേഖലയിലെ മറ്റ് പല അറബ് രാജ്യങ്ങളെയും ഞെട്ടിച്ചു. ഇസ്രായേൽ ഹമാസ് സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിനിടയിൽ അമേരിക്കയുടെ വിശ്വസ്തതയെക്കുറിച്ചും സുരക്ഷാ ഗ്യാരണ്ടികളെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഹമാസ് നേതാക്കൾക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നതിൽ ഖത്തർ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കും നയതന്ത്ര ബന്ധങ്ങൾക്കുമുള്ള പ്രധാന വേദിയായി ദോഹ പ്രവർത്തിക്കുന്നു. പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയുമായുള്ള തന്ത്രപരമായ സൈനിക സാമ്പത്തിക പങ്കാളിത്തം ഖത്തർ നിലനിർത്തി പോന്നിരുന്നു. ഇസ്രായേൽ ആക്രമണം ലക്ഷ്യമിട്ടത് ഖത്തറിൽ അഭയം തേടിയ ഹമാസ് നേതാക്കളെയാണെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഗുരുതരമായ വെല്ലുവിളിയാണ്. ഖത്തറിന്റെ അൽ ഉദൈദ് വ്യോമതാവളം അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക പ്രവർത്തനങ്ങളുടെ ഹൃദയമാണ്. ഈ താവളത്തിന്റെ സാന്നിധ്യം ഖത്തറിന് അമേരിക്കൻ സംരക്ഷണം ഉറപ്പു നൽകുന്നുണ്ട്. എന്നിട്ടും ഇസ്രായേലിന് ഖത്തറിലെ ഒരു കെട്ടിടത്തിൽ ആക്രമണം നടത്താൻ എങ്ങനെ ധൈര്യം കിട്ടി എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: അമേരിക്കയുടെ പരോക്ഷമായ പിന്തുണ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സംഭവത്തെ ദൗർഭാഗ്യകരമെന്ന് വിശേഷിപ്പിക്കുകയും ഖത്തർ ഇസ്രായേൽ ഭരണാധികാരികളുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നുവെന്ന വാദം ഖത്തർ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ഇത് അമേരിക്കയുടെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങളും വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങളെക്കാൾ പ്രാധാന്യം ഇസ്രായേൽ ആണെന്ന തോന്നൽ ഈ സംഭവത്തോടെ ശക്തമായി. അറബ് ലോകത്തിന് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന അമേരിക്ക ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. ഇസ്രായേലിന്റെ ഈ ആക്രമണം മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അപകടമാണെന്ന തിരിച്ചറിവ് അറബ് ഭരണകൂടങ്ങളിൽ ഉടലെടുത്തു. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായി ഉയരുന്നുണ്ട്. ശ്രീലങ്കയിലും നേപ്പാളിലും അടുത്തിടെ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ ജനവികാരം അവഗണിക്കുന്ന ഭരണകൂടങ്ങൾക്ക് ഒരു പാഠമാണ് നൽകുന്നത്. സമാനമായ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിക്കാൻ അറബ് ഭരണാധികാരികൾ നിർബന്ധിതരാകും. ഇസ്രായേലിനെ ഒരു അപകടകാരിയായ വൈറസായി കാണുന്ന അറബ് സമൂഹത്തിന് ആ രാജ്യത്തിന് പിന്തുണ നൽകുന്ന അമേരിക്കയും ഒരു ശത്രു തന്നെയാണ്. അതുകൊണ്ട് തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒഴിവാക്കാനുള്ള സമ്മർദ്ദം ഈ രാജ്യങ്ങളിൽ ശക്തമാകാനും സാധ്യതയുണ്ട്. അമേരിക്കൻ സൈന്യം അറബ് രാജ്യങ്ങളിൽ നിന്ന് പിന്മാറിയാൽ പശ്ചിമേഷ്യയിൽ അവരുടെ സ്വാധീനം വലിയ തോതിൽ കുറയും. ഈ ശൂന്യത നികത്താൻ റഷ്യയും ചൈനയും തയ്യാറായി മുന്നോട്ട് വരാനും സാധ്യതയുണ്ട്. അറബ് രാജ്യങ്ങൾക്ക് സൈനിക സഹായം നൽകാൻ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കും താല്പര്യമുണ്ടാകും. ലോക പോലീസായി സ്വയം പ്രഖ്യാപിക്കുന്ന അമേരിക്കയ്ക്ക് സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ഒറ്റപ്പെടേണ്ടി വരുന്നത് ഒരു വലിയ നയതന്ത്രപരമായ ദുരന്തമാണ്. ഈ ആക്രമണത്തിലൂടെ അമേരിക്കയെ പോലൊരു സുഹൃത്തിനെ വിശ്വസിക്കുന്നത് അപകടമാണെന്ന് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ തിരിച്ചറിവ് പശ്ചിമേഷ്യയിലെ നിലവിലെ സൈനിക രാഷ്ട്രീയ സഖ്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമാകും. ഇസ്രായേലിന്റെ മൊസാദ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യെ ലക്ഷ്യമിട്ടായിരുന്നു. എന്നാൽ ഈ ആക്രമണത്തിൽ ഹമാസ് നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഹമാസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിലൂടെ ഖലീലിനെ വകവരുത്താനുള്ള മൊസാദിന്റെ ശ്രമം പാളിയത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ മേഖലയിൽ പുതിയ ഭീഷണികളും സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നടപടികൾ എടുത്തിട്ടുമുണ്ട്. ഖത്തറിലെ ജനങ്ങളും ഹമാസും ഒരു തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ടെന്ന ഭയം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുണ്ട്. ഖത്തറിന്റെ മണ്ണിൽ അമേരിക്കയുടെ അറിവോടെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുമുണ്ട്. ഇത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കും സൈനികർക്കും സുരക്ഷാ ഭീഷണികൾ ഉണ്ടാക്കും. ഖത്തറിലെ ആക്രമണം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഈ സംഭവത്തോടെ അമേരിക്കൻ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അറബ് ലോകത്തിന്റെ സംശയങ്ങൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് അറബ് ഭരണകൂടങ്ങൾ അമേരിക്കയിൽ നിന്ന് അകലം പാലിക്കുമോ അതോ പഴയ നിലപാടുകൾ തുടരുമോ എന്നും കാത്തിരുന്ന് കാണണം. ഏതായാലും ഈ ആക്രമണം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ്. മാത്രമല്ല അമേരിക്കൻ വിദേശ നയത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ് ഇത് ഉയർത്തുന്നത്. അതേസമയം ഹമാസ് തിരിച്ചടിച്ചാൽ അത് പ്രാദേശിക ആഗോളമായ തലങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയേക്കാം. ദോഹയിലെ ആക്രമണം ഹമാസ് നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിട്ടതാണെങ്കിലും അത് പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ഹമാസ് പ്രതികാരം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം അറബ് ലോകത്ത് പ്രത്യേകിച്ചും പലസ്തീനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ വലിയ രോക്ഷം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഹമാസ് തിരിച്ചടിച്ചാൽ അത് ഇറാൻ, സിറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയോടെ കൂടുതൽ സജീവമാകും. ഇത് ഹമാസ് ഇസ്രായേൽ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധമായി മാറാൻ സാധ്യതയുണ്ടാക്കുന്നു. ഇസ്രായേലിന്റെ സുരക്ഷയും ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സമാധാനവും അപകടത്തിലാകും. ഇസ്രായേലുമായി അടുത്തിടെ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച അറബ് രാജ്യങ്ങളായ UAE, ബഹ്റൈൻ തുടങ്ങിയവയ്ക്കും ഹമാസിന്റെ തിരിച്ചടി ഒരു വെല്ലുവിളിയാകും. കാരണം ഇസ്രായേലുമായി സഹകരിക്കുന്നതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഈ രാജ്യങ്ങളിൽ ശക്തമാകും. ഇത് അബ്രഹാം ഉടമ്പടി പോലുള്ള സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ഇസ്രായേലിന്റെ അറബ് ലോകവുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യും.
ചുരുക്കത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു തിരിച്ചടിയും പശ്ചിമേഷ്യൻ നിലവിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാകും. അത് കൂടുതൽ സംഘർഷങ്ങൾക്കും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനും വഴിയൊരുക്കും.